എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു പുതിയ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ടിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. 5:30-ക്ക് ഞാൻ എഴുന്നേറ്റു. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ 5:30-ക്ക് എഴുന്നേറ്റത് മോളുടെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ അവിയലിനുള്ള കഷ്ണങ്ങളും ചെറിയ ഉള്ളി നേരെയൊക്കെ വെച്ചിരുന്നു കേട്ടോ. എനിക്ക് ഒന്നും തലേ ദിവസം പച്ചക്കറികളൊന്നും നേരെയാക്കി വെക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ മോളും ഏട്ടനും നിർബന്ധിച്ച കാരണം മാത്രമാണ് ഞാൻ അതൊന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ച് കേട്ടോ. അപ്പോൾ നീട്ടത് 5:30-ക്ക് ആയ കാരണം തന്നെ ഞാൻ ആദ്യം തന്നെ ചുക്കുവെള്ളം വെച്ചു. പിന്നെ പുറത്തിറങ്ങി കുളിച്ചിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊക്കെ ഉറങ്ങുകയാണ്. അവരൊന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ കുളിക്കാതെ ബാക്കിയുള്ള ജോലികൾ ചെയ്തു. ഒന്ന് വെളിച്ചം വന്നതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇഡ്ഡലി വെച്ചു, ചുക്കുവെള്ളം വെച്ചു. പിന്നെ ആദ്യം തന്നെ സാമ്പാർ പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പയറുണ്ടല്ലോ, മൺപയർ, അത് കഴുകിയിട്ട് അങ്ങനെ അരിച്ചെടുത്തു കേട്ടോ. അതിൽ കല്ലുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് അരിച്ചെടുത്തു. എന്നിട്ട് അതും അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടിയും അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ മത്തങ്ങ വേവിക്കുന്നതിലാണ് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടത്. ഉപ്പ് ഞാൻ ഇതിലിട്ടിരുന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഇതെടുത്ത് അതിലേക്ക് ക്യാരറ്റ് മാത്രം ഞാൻ നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി അത് അരിഞ്ഞിട്ടു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പച്ചക്കായ, അത് ഞാൻ അവിയലിന് കൊടുന്നതാണ്. പക്ഷെ അത് ഇടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസം അരിഞ്ഞു വെച്ച സാധനങ്ങൾ മാത്രമേ പിന്നെ അതിലിട്ടുള്ളൂ. ക്യാരറ്റ് അതിൻ്റെ മുകളിലിരുന്ന കാരണം ഓർമ്മ വന്നു, അതും കൂടി അതിലേക്ക് അരിഞ്ഞിട്ടു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് അത് അടച്ച് വെച്ചാൽ ആവില്ല, പെട്ടെന്ന് ആവണതാണല്ലോ. പിന്നെ ഇതിന് ഒരു വാഴൻ്റെ ഇല അടച്ച് വെക്കുമ്പോൾ അവിയലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഇലയുടെ ഒരു ഇതിറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ്, പ്രത്യേക ഒരു മണമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇരുട്ടായ കാരണം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാഴൻ്റെ ഇലയൊന്നും മുറിച്ചില്ല, വെറുതെ അടച്ച് വെച്ചതേ ഉള്ളൂ. ഈ കായ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ പിന്നെ ഞാൻ തൈര് വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചു. കട്ടത്തൈരാണ്. അവിയലിലേക്കൊക്കെ ഞാൻ അതൊന്ന് മിക്സിയിൽ കറക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ മത്തങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. മത്തങ്ങയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സംശയമാണ്. എനിക്ക് ഇപ്പോഴും വലിയൊരു പിടുത്തമില്ല എത്ര വേണ്ടി വരും ഓരോ സാധനങ്ങൾക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കഷ്ണം മത്തൻ മുറിച്ചു. പിന്നെ എനിക്കൊരു സംശയം അതുകൊണ്ട് തികയുമെന്ന്. മോളുടെ 3-4 ഫ്രണ്ട്സ് വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു, തലേ ദിവസം ശനിയാഴ്ച പറഞ്ഞിരുന്നു. പിന്നെ അവർ ഒരാളെ വരുന്നുള്ളൂ, ഒരാൾക്ക് വേറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാരണം ഒരാൾ മാത്രമേ കേട്ടോ വന്നിട്ടുള്ളൂ. അപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കൊരു സംശയമാണ് ഇനി എന്താ തികയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പിന്നെയും ഒരു പീസും കൂടി എടുത്തു. മത്തനൊക്കെ നല്ല മത്തനാണ് കേട്ടോ, വേഗം തന്നെ വെന്തു. അപ്പോൾ ഒന്നിൽ ഇഡ്ഡലി വെച്ചു, ഒന്നിൽ അവിയലും വെച്ചു. പിന്നെ മൺപയർ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ പയറും കഴുകി വെച്ചു. പിന്നെ വെളിച്ചം വന്നപ്പോൾ ഞാൻ കുളിച്ചു. കുളി കഴിഞ്ഞ് വന്ന് ഞാൻ വിളക്ക് വെച്ചു. വിളക്ക് വെച്ചപ്പോഴേക്കും 6:45 ആയിരുന്നു കേട്ടോ. അപ്പോഴേക്ക് പാല് വന്നിരുന്നു. പാലും എടുത്ത് പിന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള ഓട്ടമാണല്ലോ, പാലൊക്കെ എടുത്ത് വന്നു. തേങ്ങ പൊട്ടിക്കലും അരി കഴുകി ഇടലും കുളിച്ച് വന്നതിന് ശേഷമേ ചെയ്യാവൂ എന്നാണ് എൻ്റെ വീട്ടിലെല്ലാവരും പറയാറ്. അതുകൊണ്ട് ആ 2 പണിയും ഞാൻ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ. അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടതും തേങ്ങ പൊട്ടിച്ചതൊക്കെ. അതുകൊണ്ട് അവിയലും എലിശ്ശേരിക്കുള്ളത് വേവിച്ച് വെച്ചിരുന്നു. പിന്നെ തേങ്ങ പൊട്ടിക്കാത്ത കാരണം ചിരകിയിട്ടുണ്ടാവില്ല. അപ്പോൾ മോൾ എണീറ്റ് വന്നപ്പോൾ ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളത് പൊട്ടിച്ചു. അവൾക്ക് ഇനി കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോകണം. പിന്നെ ഇതേ അരി കഴുകിയിട്ടു. പിന്നെ അപ്പോഴേക്ക് തേങ്ങയൊക്കെ ചിരകി വന്നിട്ട് ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടോ. അവിയലാണെങ്കിലും മത്തൻ പയർ എലിശ്ശേരി ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. അത് കുളിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിച്ചത്. അപ്പോൾ അതും ചെയ്തു. പിന്നെ സാമ്പാറിന് സാമ്പാർ പൊടിയും മുളക് പൊടിയും കുറച്ച് വറുത്തു കേട്ടോ. മുളക് പൊടി ഭയങ്കര എരിവായ കാരണം കുറച്ചിട്ടാൽ മതി. സാമ്പാർ ഭയങ്കര കട്ടിയായപ്പോൾ ഞാൻ ആ വറുത്തിട്ട ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലൊഴിച്ചു. അപ്പോഴേക്കും മോള് അമ്പലത്തിലൊക്കെ പോയി വന്ന്
ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഇന്ന് ഇഡ്ഡലി സാമ്പാറും മാത്രമേ ഉള്ളൂ. ചട്നിയും ഉള്ളി സമ്മന്തിയും ഒന്നും ഉണ്ടാക്കിയില്ല. മോളുടെ ഫ്രണ്ട്സ് വന്നു കേട്ടോ, ഞാൻ വീഡിയോയിൽ എടുത്തില്ല. മോൾക്ക് 2 കേക്കാണ് വാങ്ങിച്ചിരുന്നത്, അപ്പോൾ അത് കട്ട് ചെയ്യാണ്. ഫ്രണ്ട്സ് അവിടെ നിൽക്കണ കാരണം കൊണ്ട് അധികം ഞാൻ അതാണ് വീഡിയോയിലേക്ക് എടുത്തില്ല. പിന്നെ ഇതാണ് ഉച്ചത്തെ വിഭവങ്ങൾ. വളരെ ചെറിയൊരു സദ്യയായിട്ടുള്ളൂ. പിന്നെ നിലത്താണ് വിളക്ക് കൊളുത്തി ഇല ഇട്ടിട്ട് ആദ്യം അവിടെ വിളമ്പിയതിന് ശേഷമാണ് മോൾക്കും കൂട്ടുകാരിക്കും ആദ്യം ഭക്ഷണം കൊടുത്തു. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് കേക്കും പായസമൊക്കെ മോളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അതിന് ശേഷമാണ് ഞാനും ഏട്ടനും ഭക്ഷണം കഴിക്കായിരുന്നത്. അവർ ഞങ്ങൾക്കും തരാറുണ്ട്. അതുപോലെ വിശേഷ ദിവസം ഞങ്ങൾ അവർക്കും ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ ഇന്ന് മോളുടെ പിറന്നാൾ ഞായറാഴ്ച ഒരു ചെറിയ ബ്ലോഗാണ്. ഇത് മോൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇതിൻ്റെ പണിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.